ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ കേട്ടോ. ആകാശം കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? കിളികളുടെ ശബ്ദവും ഇവിടെ നിറയെ കിളികളാട്ടോ. രാവിലെ തന്നെ കിളികളുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. എന്നിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ആദ്യം കാലിക്കറ്റായിരുന്നു എന്ന്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം സെറ്റ് ചെയ്ത ചെടികളാണ്. വേണ്ടോ, ഇതിന് സ്മെല്ലൊന്നുമില്ല, പക്ഷേ ഇത് ഒന്നും കൂടെ ഫ്ലവർ ഉണ്ടാവും. ഫസ്റ്റിലെ ഫ്ലവർ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഫ്ലവർ വന്നിട്ടുള്ളൂ. പേരെനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതാ നല്ല ഭംഗിയില്ലേ? ഇത് ഞങ്ങളവിടുത്തെ കാവൽക്കാരനാണ് ഇച്ചു. വെള്ള കളറായതുകൊണ്ട് ഫുള്ള് ചളിയാട്ടോ ഇതിൽ. ഇത് ഹൈഡ്രാഞ്ചിയാണ്, ആഫ്രിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന് പറയും. ഫ്ലവർ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അതിൽ മുട്ട് വരുന്നുണ്ട്. ഇത് പൂവാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അത്യാവശ്യം റേറ്റും ഉണ്ട് ഇതിന്. ഈ പ്ലാന്റിന്, കുഞ്ഞു പ്ലാന്റിന് ഞാൻ 150 രൂപ കൊടുത്തിരുന്നു. അവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഒരു തൈ. അങ്ങനെ വാങ്ങിച്ച് നട്ട്. ഞങ്ങൾ ആദ്യം വേറെ വീട്ടിലായിരുന്നു വാടകയ്ക്ക്. ഇവിടെ ബ്രദറ് വയലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വയനാട് ആട് ഫാമൊക്കെ ആണ്. അപ്പം തൽക്കാലം ഇവിടെ വാടകയ്ക്ക് നിൽക്കുക. ഇപ്പം ഇതാ ഈ വീട്ടിലാണ്. ആദ്യം വേറെ വീട്ടിലായിരുന്നു. അവിടുന്ന് ചെടികളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ അറ്റങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഇതാ 2 എണ്ണമായിട്ട് വന്നു. പിന്നെ ഇതാ നല്ല റെഡ് കളർ അരിപ്പൂ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ പറയും. നല്ല ഭംഗിയില്ലേ? നല്ല കളറുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ല. നല്ല ഭംഗിയുണ്ട്. ഇതാ അതിൻ്റെ യെല്ലോ ഉണ്ട്. അടിപൊളിയല്ലേ? യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് എനിക്ക് അല്ലാതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ചെയ്ത് നോക്കാൻ വിചാരിച്ച്. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. എന്തേ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുകയും ചെയ്യാം. നല്ല ഭംഗിയില്ലേ? ഇവിടെ കണ്ടോ, വണ്ട് കാശിത്തുമ്പേന്ന് തേൻ കുടിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വണ്ടയും കാണിച്ചു തരാം. കാശിത്തുമ്പ ഞാൻ ഇതിൻ്റെ സീഡ് ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. എല്ലാ കളേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നത്. പക്ഷെ ഉണ്ട്, കുറേ കളറൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ വണ്ടിനെ? ക്ലിയർ ആവുന്നില്ല, അത് പോയി. പിന്നെന്താ ബോവർ പ്ലാന്റ് എന്ന് പറയും. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് നമ്മളെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ. ഇടയ്ക്ക് പുല്ലൊക്കെ മുളയ്ക്കും, അതൊക്കെ പറിച്ച് കളയും. ശരിക്കും ഇവർക്കും വളരണം, പറഞ്ഞിട്ട് നമ്മളെ ചെടിയിൽ പോയിട്ട് വളർന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം അതൊക്കെ ഞാൻ ചെടികൾക്ക് ഇംഗ്ലീഷ് വളം കൊടുക്കാറില്ല കേട്ടോ. നല്ല കറിയിലൊക്കെ വീണ ഒരു എന്താ പറയുക, കമ്പോസ്റ്റും പിന്നെ ചാണകപ്പൊടി ഇടയ്ക്കൊക്കെ. എന്നാൽ തന്നെ നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല ബുഷായിട്ട് വരുന്നുണ്ട്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ.
ഇത് യെല്ലോ ജാസ്മിനാണ്. ഇതാ മുട്ട വരുന്നുണ്ട്. നമ്മൾ ജാസ്മിൻ്റെ പോലെ തന്നെ, മുല്ലേൻ്റെ പോലെ തന്നെയാണ്. നല്ല യെല്ലോ കളറായിരിക്കും. കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. അത് ഫ്ലവർ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് പിങ്ക് ജാസ്മിൻ എന്ന് പറയും. ഞാൻ ഒരുപാട് പേർക്ക് ഈ പ്ലാന്റ് സെയിൽ ചെയ്തത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പറയും പിങ്ക് ജാസ്മിൻ, അമേരിക്കൻ ജാസ്മിൻ ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, ഇതിൽ നല്ല പിങ്ക് കളറ് ജാസ്മിൻ ആണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും അങ്ങനെ ഫ്ലവർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കിങ്ങനെ കേട്ടിട്ടുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിൽ നിറയെ എന്താ പറയുക, നിറയെ പൂക്കൾ. ഫ്ലവർ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് വിശ്വസിച്ച് തന്നെ കൊടുക്കാമല്ലോ. നല്ല രസമല്ലേ ഈ ചെടീൻ്റെ ഈ അറ്റം കാണാൻ പ്രത്യേക ഭംഗിയില്ലേ, വളർന്നു വരുന്നത് കാണാൻ എല്ലാ ചെടികളുടെ. നീലക്കൊടുവേൽ, ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഇത് നീല ഉള്ളൂ. ഉണ്ടോ, ഇന്നലെ അവിടെ മഴ പെയ്തിട്ട് മഴത്തുള്ളി നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുമ്പോൾ നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു നമ്മൾ കണ്ണ് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് നല്ല സന്തോഷം കിട്ടും ഇതൊക്കെ കാണുമ്പോൾ. കുറച്ച് സമയം നമ്മൾ ഈ ചെടികളുടെ മുന്നിലൊക്കെ, പ്രകൃതിയുടെ മുന്നിലൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ നമുക്കൊരുപാട് സന്തോഷം തരും കേട്ടോ. മനുഷ്യരെക്കാൾ കൂടുതൽ പറയാം, കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മനുഷ്യരാൽ നമ്മൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്കും വേണ്ടി ചെയ്തു കൊടുക്കണം. എന്നിട്ടോ എന്തെങ്കിലും ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഒറ്റയടിക്ക് തള്ളി പറയുകയും ചെയ്യും. പക്ഷേ ചെടികളും പ്രകൃതിയും ഒക്കെ അങ്ങനെയല്ല. കുറച്ച് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, ഹണി സർക്കിൾ. ഇതൊക്കെ നാട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഫ്ലവർ ചെയ്ത് തുടങ്ങിയതായിരുന്നേ. പക്ഷെ നാട്ടിൽ ഞാൻ എല്ലാം നിലത്ത് വെച്ച് നട്ടതുകൊണ്ടേ എനിക്കതൊന്നും പറിച്ചുകൊണ്ടുവരാൻ ചീത്തയായി പോകില്ലേ. അപ്പോൾ അതവിടെ വളരട്ടെ, ഇവിടെ പുതിയത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ശരി, എന്നാൽ ബാക്കി വീഡിയോ പിന്നെ കാണിക്കാം കേട്ടോ.